So now we are going to discuss about the remaining parts. That is, first of all, what are the factors which affect endemism? They are geographical isolation. What do you mean by isolation? Isolation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേഷൻ ആണ് അല്ലേ, മറ്റുള്ള ഒരു കൂട്ടത്തിൽ നിന്നും അതിനെ മാറ്റി നിർത്തുക. അഥവാ ജിയോഗ്രഫിക്കൽ ബാരിയർ വെച്ചിട്ട് ഒരു സ്പീഷ്യസിനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദേ മേ ബി റെസ്ട്രിക്റ്റഡ് ടു ദാറ്റ് പെർട്ടിക്കുലർ റീജിയൻ ഓൺലി. അങ്ങനെ എൻഡമിസം സംഭവിക്കാം. ദെൻ മ്യൂട്ടേഷൻ സംഭവിച്ച് വേരിയേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാച്ചുറൽ ഒരു ഇന്റർബ്രീഡിങ്ങും സംഭവങ്ങളൊന്നും നടക്കൂല. മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു മ്യൂട്ടൻ്റ് വെറൈറ്റി ആയിട്ട് അവരെങ്ങനെ ഐസൊലേറ്റ് ചെയ്ത് പോവും. അങ്ങനെയുള്ളത് ഒരു ഫാക്ടറാണ്. അടുത്തത് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഇൻഡിവിജ്വൽസിന് ചില പ്രത്യേക ഏരിയയിൽ മാത്രം വളരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. കാരണം നേച്ചർ അങ്ങനെയുള്ള ഒരു രീതിയിലാണ് അവരവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. വേറൊരു ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതിന് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും. സോ natural selection also plays a major role in endemism. Then ecological amplitude. What is ecological amplitude? The range of adaptation towards a particular habitat. Conditions of a particular habitat. അതാണ് ഇക്കോളജിക്കൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. വെൻ ദ ഇക്കോളജിക്കൽ ആംപ്ലിറ്റ്യൂഡ് ഇസ് വെരി ഹൈ ഫോർ എ സ്പീഷ്യസ്, ദെൻ ദെയർ ഡിസ്ട്രിബ്യൂഷൻ വിൽ ബി വെരി ഹൈ. അതും ഹൈ ആയിരിക്കും. അല്ലെങ്കിൽ ഇക്കോളജിക്കൽ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ റേഞ്ച് ഓഫ് ടോളറൻസ് എന്ന് പറയുന്നത് കുറവാണെങ്കിൽ ദേ മേ ബി റെസ്ട്രിക്റ്റഡ് ടു എ പെർട്ടിക്കുലർ ലൊക്കേഷൻ ഓർ പെർട്ടിക്കുലർ ഏരിയ ഓൺലി. സോ ദിസ് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് അഫക്ട് എൻഡമിസം. അപ്പോൾ എൻഡമിസം ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എഴുതണം. നെക്സ്റ്റ്, ഹൈപ്പോത്തസിസ്. ടു മേജർ hypotheses were put forwarded by two scientists to explain endemism. ഹൈപ്പോത്തസിസുകളാണ്, സ്റ്റിൽ തീസിസിന്റെ താഴെ എന്നാണ് അർത്ഥം അല്ലേ. ഫസ്റ്റ് വൺ ഈസ് റിഡിലീസ് എപ്പിബയോട്ടിക് ഹൈപ്പോത്തസിസ് which was proposed in 1922. Age area hypothesis by Willi in 1915. First of all, what is Ridley's എപ്പിബയോട്ടിക് hypothesis? This explains that endemism എന്ന് പറയുന്നത് is due to once the species were flourished, distributed all over the world. ഈ ബ്ലൂവിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളതാണ് സ്പീഷ്യസ്. ക്യാൻ ബി സീൻ ഓൾ അറൗണ്ട് ദ ഗ്ലോബ് അല്ലേ, ഗ്ലോബിൽ മൊത്തമായിട്ട് നമുക്ക് അല്ലെങ്കിൽ വേൾഡിൽ മൊത്തമായിട്ട് ഇതിനെ കാണാൻ പറ്റിയിരുന്നു. ബട്ട് ഡ്യൂ ടു നാച്ചുറൽ എക്സ്റ്റിങ്ഷൻ ഓർ കോമ്പറ്റീഷൻ, ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ വഴി വൺസ് വൈഡ്ലി സ്പ്രെഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഈ റെഡിൽ മാർക്ക് ചെയ്ത ഏരിയയിലൊക്കെ അത് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോയി. നൗ ദേ ആർ റെസ്ട്രിക്റ്റഡ് ടു ദിസ് ഏരിയ ഓൺലി. ഈ ഒരു ഏരിയയിൽ മാത്രമേ കാണുന്നുള്ളൂ. സോ എൻഡമിസത്തിൻ്റെ ഡെഫിനിഷൻ ആയില്ലേ, ഇഫ് എ പെർട്ടിക്കുലർ പ്ലാന്റ് ഓർ എ ടാക്സോൺ വിച്ച് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് വിച്ച് ഇസ് റെസ്ട്രിക്റ്റഡ് ടു എ പെർട്ടിക്കുലർ ലൊക്കേഷൻ, അതിനെയാണ് എൻഡമിസം എന്ന് പറയുന്നത്. സോ എൻഡമിസം എന്ന് പറയുന്നത് വൺസ് വൈഡ്ലി സ്പ്രെഡ് ആയിരുന്നു, ബട്ട് ഡ്യൂ ടു എക്സ്റ്റിങ്ഷൻ ദേ ആർ നൗ സീൻ ഇൻ കൺസർവേറ്റീവ് പോക്കറ്റ്സിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അങ്ങനെയുള്ളതിനെയാണ് റിഡ്ലീസ് എപ്പിബയോട്ടിക് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏൻഷ്യൻലി ദേ ആർ വൈഡ്ലി ഫ്ലറിഷ്ഡ് ആയിരുന്നു, ആൻഡ് നൗ ദേ ആർ എങ്ങനെയാണ് റെസ്ട്രിക്റ്റഡ് ടു കൺസർവേറ്റീവ് പോക്കറ്റ്സ്. അതിനെയാണ് റിഡ്ലീസ് എപ്പിബയോട്ടിക് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. Nearly 72% flora of New Zealand belongs to this category. അപ്പോൾ വൺസ് അങ്ങനെ നല്ല ഫ്ലറിഷ്ഡ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അവിടെ കുറച്ച് ഏരിയയിൽ മാത്രം കാണപ്പെടുന്ന 72% ഫ്ലോറ ഉണ്ട് ന്യൂസിലാൻഡിൽ എന്നാണ് പറയുന്നത്. ആൻഡ് പ്ലാന്റ്സ് വിച്ച് എൻജോയ്സ് ദിസ് ഹൈപ്പോത്തസിസ് ആർ ട്രീ ഫേൺസ്, സെക്കോയയുടെ ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ റിഡ്ലിയുടെ എപ്പിബയോട്ടിക് ഹൈപ്പോത്തസിസുമായിട്ട് ഇൻ അക്കോർഡൻസ് ആയിട്ടാണ് നിൽക്കുന്നത്. അതിനോട് ഒരു അക്സെപ്റ്റൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഏജ് ആൻഡ് ഏരിയ ഹൈപ്പോത്തസിസ്. ഈ ഒരു ഹൈപ്പോത്തസിസിന്റെ പ്രകാരം രണ്ട് വേർഡാണ് അതിനകത്ത് വരുന്നത് അല്ലേ, ഏജും ഉണ്ട് ഏരിയയുണ്ട്. ഏജ് കൂടുമ്പോൾ ഏരിയയും കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ വൈഡ്ലി സ്പ്രെഡ് ആയിരിക്കും. അഥവാ 1000 വർഷങ്ങൾക്ക് മുന്നേ വന്നൊരു പ്ലാന്റിനും റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പ്ലാന്റിനും രണ്ട് കാര്യങ്ങൾ നോക്കുക. 1000 വർഷങ്ങൾ വന്ന പ്ലാന്റിന് കുറേ ഏരിയയും കിട്ടിയെന്ന് എഴുതിക്കോ. അപ്പം അത് ഈ ഏരിയ മൊത്തം കവർ ചെയ്യും. കാരണം കുറേ കാലം മുന്നേ ഉണ്ട്, സ്പ്രെഡ് ചെയ്യാനുള്ള ഇതുണ്ട്. റീസെന്റ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് ഏരിയ കുറവേ കിട്ടുള്ളൂ അല്ലേ.
ഏരിയ കുറവേ, കാരണം ഇപ്പോൾ വന്നിട്ടുള്ളൂ, അവർക്ക് ഏരിയ ഇങ്ങനെ കിട്ടി തുടങ്ങുന്നുള്ളൂ. അപ്പോൾ ഏജും ഏരിയയും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്നാണ് ഏജ് ആൻഡ് ഏരിയ ഹൈപ്പോത്തസിസ് പറയുന്നത്. അഥവാ റീസെൻ്റ് ആയിട്ട് ഒറിജിനേറ്റ് ചെയ്ത സ്പീഷ്യസുകളായിരിക്കും ആര് എൻഡമിസം എന്ന് പറയുന്നത്, എൻഡമിക് സ്പീഷ്യസ്. അഥവാ ദേ ഡിഡിൻ ഗോട്ട് ഇനഫ് ടൈം ആൻഡ് ഏരിയ ടു സ്പ്രെഡ്, അതിന് കിട്ടിയിട്ടില്ല. അഥവാ ഏരിയയും എവല്യൂഷനും തമ്മിൽ നല്ല ബന്ധമുണ്ട്, കോറിലേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഏരിയ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അത് കൂടുതൽ സ്പ്രെഡ് ചെയ്യുമെന്നാണ് ഈ ഹൈപ്പോത്തസിസ് പറയുന്നത്. ഏർലിയർ വൺ ഗെറ്റ് ലാർജർ ഏരിയ, അഥവാ ഏർലിയർ ആദ്യമേ വന്ന ആളുകൾക്ക് ഇഷ്ടം പോലെ ടൈം കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ ഇഷ്ടം പോലെ ഏരിയയും കിട്ടും. ബട്ട് ഏരിയ ഓക്യുപ്പൈഡ് ഇൻക്രീസ് വിത്ത് ടൈം, അഥവാ ടൈം കൂടുന്തോറും ഏരിയയും കൂടും. ഇവിടെ 1000 സ്പീഷീസ് ഉണ്ട് എന്ന് എഴുതിക്കോ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള സ്പീഷീസിനെ കുറിച്ചിട്ട് സംബന്ധിച്ച് പിന്നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 1000 വർഷങ്ങൾ കുറച്ചും കൂടി കൂടുതൽ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്ലാന്റ്സിനും അതിന് പ്രൊപ്പഗേറ്റ് ചെയ്തൂടെ, ഇഷ്ടം പോലെ ഏരിയയിൽ സ്പ്രെഡ് ചെയ്തൂടെ. ടൈമും കൂടുതൽ കിട്ടുന്നുണ്ട്, ഏരിയയും കൂടുതൽ കിട്ടുന്നുണ്ട്. ടൈം കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒക്യുപ്പൈഡ് ഏരിയ ഇൻക്രീസ് ചെയ്യും എന്നാണ് പറയുന്നത്. ഏരിയ ഒക്യുപ്പൈഡ് ഇൻക്രീസസ് വിത്ത് ടൈം, ടൈമും കൂടുന്നതിനനുസരിച്ചിട്ട് കൂടുന്നു. ഇനി എൻഡമിക് സ്പീഷ്യസ് ആർ റീസെന്റ് ഇൻ ഒറിജിൻ ഓർ ദേ ക്യാൻ ബി കൺസിഡേർഡ് ആസ് യങ്ങർ വൺസ്, അല്ലേ? അഥവാ ഇപ്പോഴേ വന്നിട്ടുള്ളൂ, ദേ ഡിഡിൻ ഗോട്ട് ഇനഫ് ഏരിയ ആൻഡ് ടൈം. ഇനഫ് ടൈം കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത്. ആൻഡ് ദേ ആർ റീസെന്റ് ഇൻ ഒറിജിൻ ദേ ആർ ലോ റേഞ്ച് ഡിസ്ട്രിബ്യൂഷൻ, അഥവാ കുറച്ച് ഏരിയയിൽ മാത്രമേ കാണപ്പെടുള്ളൂ. അങ്ങനെയുള്ളതിനെയാണ് ഏജ് ആൻഡ് ഏരിയ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏജിനും ഏർലിയർ വന്നവർക്കും ഇപ്പൊ വന്നവർക്കും തമ്മിൽ പിന്നെ ഒരു ഡിഫറൻസ് ഉണ്ടാകും. ഇപ്പൊ വന്നവരാണ് എൻഡമിക് ആയിട്ട് മാറുന്നത് എന്നാണ് ഈ ഇത് പറഞ്ഞത്. സോ സീലസ് കോളിയസ് ഇലോങ്ങിയേറ്റസും കോളിയസ് ബാർബേറ്റസും ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ കോളിയസ് ബാർബേറ്റസ് എന്ന് പറയുന്നത് ഏൻഷ്യന്റ് ആയിട്ടുള്ള ഒറിജിൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഡിസ്ട്രിബ്യൂഷൻ കുറച്ചും കൂടെ എൻഡമിക് ഡിസ്ട്രിബ്യൂഷൻ അല്ല കാണിക്കുന്നത്. പക്ഷേ കോളിയസ് ഇലോങ്ങേറ്റസ് എന്ന് പറയുന്നത് ന്യൂ ഇൻ ഒറിജിൻ അല്ലെങ്കിൽ റീസെന്റ് ഇൻ ഒറിജിൻ, അവര് ഇപ്പൊ എൻഡമിക് ആണ്. ഇനി കുറെ ടൈം കിട്ടിക്കഴിഞ്ഞാൽ അവർ എൻഡമിക് സ്റ്റാറ്റസ് ഒന്നും പോകില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. നൗ ദേ ആർ എൻഡമിക് ആണെന്ന് പറയാം. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ 2 ഹൈപ്പോത്തസിസുകൾ പറയാനുള്ളത്. അപ്പൊ ഇതും കൂടെ എൻഡമിസത്തിൽ ഉൾപ്പെടുത്തണം. നെക്സ്റ്റ് നമുക്കൊരു 2 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വിക്കാരിസം. വിക്കാരിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇതിന്റെ ഡെഫിനിഷൻ നോക്കാം. ജിയോഗ്രഫിക്കൽ സെപ്പറേഷൻ ഓഫ് 2 ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ്, one which would be the counterpart of the or the geographical counterpart of the other, which is derived from a common ancestor. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് മലയാളത്തിൽ നോക്കാം. ജിയോഗ്രഫിക്കൽ സെപ്പറേഷൻ ഓഫ് എ സ്പീഷ്യസ്, ഒരു സ്പീഷ്യസിനെ ജിയോഗ്രഫിക്കലി സെപ്പറേറ്റ് ചെയ്യുന്നു. സ്പീഷ്യസ്, ഓക്കെ, ഇവർ 2 പേരും ക്ലോസ്ലി റിലേറ്റഡ് ആണ്. അഥവാ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷ്യസിന് മേ ബി ഒരു കോമൺ ആൻസെസ്റ്റർ ഉണ്ടാവും. ഒരു കോമൺ ആൻസെസ്റ്ററിൽ നിന്നും വന്നവരായിരിക്കും ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷ്യസ് എന്ന് പറയുന്നത്. സോ വൺ വിച്ച് വുഡ് ബി ദ ജിയോഗ്രഫിക്കൽ കൗണ്ടർ പാർട്ട് ഓഫ് ദി അതർ. അഥവാ ഈ ജിയോഗ്രഫിക്കൽ സെപ്പറേഷൻ വഴി ക്ലോസ് ആയിട്ട് നിന്നിരുന്ന ഒരു സ്പീഷ്യസിനെ സ്പ്ലിറ്റ് ചെയ്യാണ്. അതുവഴി ഒരേ സ്പീഷ്യസിന്റെ തന്നെ 2 ലൊക്കേഷനിൽ വളരുന്ന 2 ജിയോഗ്രഫിക്കൽ കൗണ്ടർ പാർട്ടുകൾ ഉണ്ടാവും. എന്താ സംഭവിച്ചത്? ജിയോഗ്രഫിക്കൽ സെപ്പറേഷൻ വഴി ഒരേ സ്പീഷ്യസിന്റെ തന്നെ 2 ജിയോഗ്രഫിയിൽ വളരുന്ന, അപ്പോൾ ഈ ജിയോഗ്രഫിക്കൽ സെപ്പറേഷൻ വഴി ഇവിടെ ഒരു ജിയോഗ്രഫി വേറെ, ഇവിടെ ഒരു ജിയോഗ്രഫി വേറെ. അപ്പോൾ ഈ സ്പീഷ്യസ് വിത്ത് ജിയോഗ്രഫി 1, സ്പീഷ്യസ് 2 വിത്ത് ജിയോഗ്രഫി 2, ഇതിന്റെ 2 സൈഡിലുള്ള ആ ഒരു ജിയോഗ്രഫിക്കൽ സെപ്പറേഷൻ വഴി 2 ജിയോഗ്രഫിയിൽ ഒരേ സ്പീഷ്യസിന്റെ തന്നെ ക്ലോസ്ലി റിലേറ്റഡ് കോമൺ ആൻസെസ്റ്റർ ഉള്ള ഒരാൾ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. അതുവഴി ആ സെപ്പറേഷനെയാണ് വിക്കാരിസം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് കരുതും. നെക്സ്റ്റ് റാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ് ഈ വിക്കാരിസത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോമോസാപ്പിയൻസിനെയാണ് എടുത്തത്. ഹോമോസാപ്പിയൻസിലെ മോഡേൺ ഹ്യൂമൻ ബീയിങ്സ്
വാമർ ഏരിയയിൽ വാമർ കണ്ടീഷനിലാണ് ജീവിച്ചിരുന്നത്. അതിന് ലെവൻറ്റ്, ആ ലെവൻറ്റ് എന്ന് പറയുന്നത് വാമർ ഏരിയനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ടേമാണ്. അപ്പോൾ മോഡേൺ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് ജിയോഗ്രഫി എങ്ങനെയായിരുന്നു? വാമർ കണ്ടീഷനിലായിരുന്നു ജീവിച്ചിരുന്നത്. ബട്ട് നിയാണ്ടർതാൽ മനുഷ്യൻ എന്ന് പറയുന്നത് കൂളർ ക്ലൈമാറ്റിൽ ജീവിച്ചിരുന്നതാണ്. ഇപ്പൊ നോക്കുക, ഹ്യൂമൻ ബീയിങ്സിൻ്റെ തന്നെ രണ്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ്, സ്പീഷ്യസുകളാണ് മോഡേൺ ഹ്യൂമൻ ബീയിങ്സും നിയാണ്ടർതാൽ മനുഷ്യനും. ദേ ഷെയർസ് എ കോമൺ ആൻസെസ്റ്റർ അല്ലേ? മോഡേൺ ഹ്യൂമൻ ബീയിങ്സും നിയാണ്ടർതാൽ മനുഷ്യനും ഒരൊറ്റ ആൻസെസ്റ്റർ, ഒരു കോമൺ ആൻസെസ്റ്റർ ആണുള്ളത്. പക്ഷെ മോഡേൺ ഹ്യൂമൻ ബീയിങ്സ് വാമർ ഫേസിലാണ് ജീവിച്ചിരുന്നത്. നിയാണ്ടർതാൽ മനുഷ്യൻ കൂളർ ഏരിയാസ് ആണ് അവർ പ്രിഫർ ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നോക്കാം, മോഡേൺ ഹ്യൂമൻ ബീയിങ്സിന്റെ രണ്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷ്യസുകൾ രണ്ട് ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് വഴി ഒന്നിന്റെ ജിയോഗ്രഫിക്കൽ കൗണ്ടർ പാർട്ടാണ് ഒന്ന്. ഈ സെപ്പറേഷനെ പറയുന്ന പേരാണ്, സെപ്പറേഷനും ഇതുപോലത്തെ ജിയോഗ്രഫിക്കൽ കൗണ്ടർ പാർട്സുകൾ ഉണ്ടാകുന്നതിനുമാണ് വിക്കാരിസം എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് കരുതുന്നു. മോഡേൺ ഹ്യൂമൻ ബീയിങ്സും നിയാണ്ടർതാൽ മനുഷ്യനും കോമൺ ആൻസെസ്റ്റർ ഉണ്ടായതാണ്. ടു ക്ലോസ്ലി സ്പീഷ്യസ് ഓഫ് ഹോമോ സാപ്പിയൻസ് ആണ്. ബട്ട് വൺ ഈസ് ഡോമിനന്റ് ഇൻ ദ കൂളർ ക്ലൈമാറ്റിക് സോൺ. അതിനെയാണ് നിയാണ്ടർതാൽ മനുഷ്യൻ എന്ന് പറയുന്നത്. മോഡേൺ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് ലെവൻറ്റ് വാമർ ഫേസിലാണ് ജീവിച്ചിരുന്നത്. ബട്ട് ദേ ആർ ക്ലോസ്ലി റിലേറ്റഡ്. ഇങ്ങനെ ജിയോഗ്രഫിക്കൽ സെപ്പറേഷൻ വഴി രണ്ട് ജിയോഗ്രഫിക്കൽ കൗണ്ടർ പാർട്ട് ആയിട്ടുള്ള സ്പീഷ്യസുകൾ ഉണ്ടാകുന്നതിനാണ് ഈ വികാരിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് ടേം ഇസ് എക്സ്റ്റിങ്ഷൻ. എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ എക്സ്റ്റർമിനേഷൻ ഓർ ഡിസപ്പിയറൻസ് ഓഫ് എ സ്പീഷ്യസ് ഫ്രം ദ വേൾഡ്. വേൾഡിൽ നിന്നും എക്സ്റ്റർമിനേറ്റ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ ഡിസപ്പിയർ ചെയ്യുക, നശിച്ചു പോവുക, ഇതിനെയാണ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. എക്സ്റ്റിങ്ഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു മാസ് എക്സ്റ്റിങ്ഷൻ ആൻഡ് ലോക്കൽ എക്സ്റ്റിങ്ഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദി കണ്ടീഷൻ അല്ലേ? സ്റ്റാറ്റസ് നോക്കിയിട്ട് മാസ് എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ലിവിങ് മെമ്പേഴ്സും നശിച്ചു പോകാൻ ചെയ്യില്ല, അതിനെ മാസ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നു. ഇഫ് ഇറ്റ് ഈസ് എക്സ്റ്റിങ്ക്റ്റഡ് ഇൻ എ പെർട്ടിക്കുലർ ലൊക്കാലിറ്റി, അതിനെയാണ് ലോക്കൽ എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. ഇനി എക്സ്റ്റെൻഡ് സ്പീഷ്യസ് എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് സ്പീഷ്യസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ത്രട്ടൻഡ് സ്പീഷ്യസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പീഷ്യസ് ഉണ്ട്. ദേ ആർ മോർ പ്രോൺ ടു എക്സ്റ്റിങ്ഷൻ അല്ലേ? കെയറും സംഭവങ്ങളൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അവര് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ കൈൻഡ്സ് ഓഫ് എക്സ്റ്റിങ്ഷൻ ആണ് നമുക്ക് പറയാനുള്ളത്. നാച്ചുറൽ എക്സ്റ്റിങ്ഷൻ ഉണ്ട്, മാസ് എക്സ്റ്റിങ്ഷൻ ഉണ്ട്, ആന്ത്രോപോജനിക് എക്സ്റ്റിങ്ഷൻ ഉണ്ട്. നാച്ചുറൽ എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂ ടു നാച്ചുറൽ കലാമിറ്റീസ് മാസ് എക്സ്റ്റിങ്ഷൻ സംഭവിക്കാം അല്ലെങ്കിൽ എക്സ്റ്റിങ്ഷൻ സംഭവിക്കാം. അഥവാ നേച്ചർ ഓൾവേസ് സെലക്ട് ഫിറ്റ് ഇൻഡിവിജ്വൽസ്. ഫിറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിനെയാണ് നാച്ചുറൽ സെലക്ഷൻ. ചാൾസ് ഡാർവിന്റെ പഠിക്കാനുണ്ട് നമുക്ക്. ഓക്കെ, ഇപ്പോൾ നേച്ചർ ഓൾവേസ് എലിമിനേറ്റ്സ് അൺഫിറ്റ് ഇൻഡിവിജ്വൽസ്. ഓക്കെ, അൺഫിറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് പോവുക, അതുവഴി ആ ഒരു വംശം തന്നെ നശിച്ചു പോവുക. അഥവാ ഇറ്റ് ഈസ് എ സ്ലോ പ്രോസസ്, സ്റ്റിൽ ഇറ്റ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ ഇമ്പാക്ട് ഓൺ എക്സ്റ്റിങ്ഷൻ അല്ലേ? എൻവിയോൺമെന്റ് ഓൾസോ പ്ലേസ് എ മേജർ റോൾ. എന്താണ് ഈ നാച്ചുറൽ എക്സ്റ്റിങ്ഷൻ കാരണം? എൻവിയോൺമെന്റൽ കണ്ടീഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ചില ഇൻഡിവിജ്വൽസിന് അതിനെ കോപ്പപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല. സോ ദേ വിൽ അണ്ടർഗോ എക്സ്റ്റിങ്ഷൻ. ഇനി കോസസ് ഓഫ് എക്സ്റ്റിങ്ഷൻ എന്തൊക്കെയാണ്? എക്സ്റ്റിങ്ഷന്റെ കാരണങ്ങൾ, കോസസ് എന്നുള്ളത് കോസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന് പോപ്പുലേഷൻ റിസ്ക്. പോപ്പുലേഷൻ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പോപ്പുലേഷൻ ഈ നാച്ചുറൽ എക്സ്റ്റിങ്ഷൻ വഴി പോപ്പുലേഷൻ ഡ്രാസ്റ്റിക് എഫക്റ്റ് അഥവാ കുറഞ്ഞു പോവാം. എൻവിയോൺമെന്റൽ റിസ്കുകളുണ്ട്, ജനറ്റിക് റിസ്കുകളുണ്ട്, നാച്ചുറൽ കാറ്റാസ്ട്രോഫീസ് ഉണ്ട്. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. എൻവിയോൺമെന്റൽ റിസ്ക് എന്താണെന്നുള്ളത് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ജനറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറ്റിക്കൽ മേക്കപ്പ് ഓഫ് ദി ഓർഗാനിസം ആൾസോ പ്ലേസ് an important role because phenotype is the product of genotype and environment. So next is mass extinction. Mass extinction എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടത്തോടെ നശിച്ചു പോകുന്ന ഒരു അവസ്ഥ, അതിനെയാണ് മാസ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. രണ്ട് മേജർ ആയിട്ടുള്ള ഒരു സംഭവം മാസ് എക്സ്റ്റിങ്ഷൻ. ഒന്ന് പെർമിയനിൽ നടന്നിട്ടുണ്ട്. പെർമിയനിൽ ഹാഫ് ഓഫ് ദി ലിവിങ് ഓർഗാനിസം നശിച്ചു പോയി എന്നാണ് പറയുന്നത്. ക്രിട്ടേഷ്യസിലാണ് നമ്മുടെ ദിനോസേഴ്സ് ഒക്കെ നശിച്ച് മാസ് എക്സ്റ്റിങ്ഷന് വിധേയമായിട്ടുള്ള പീരീഡ് എന്ന് പറയുന്നത്. മാസ് എക്സ്റ്റിങ്ഷനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് നോട്ട്സുകൾ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ദെൻ ആന്ത്രോപോജനിക് എക്സ്റ്റിങ്ഷൻ. എക്സ്റ്റിങ്ഷൻ which is caused by human or man-made extinctions are known as anthropogenic extinction. Their causes includes alteration, degradation, reduction of natural habitat. അഥവാ man-made hunting,
അതേപോലെ തന്നെ ഹാബിറ്റാറ്റിലുള്ള മരമൊക്കെ ഒരുപാട് വെട്ടുന്നത് വഴി കാട്ടിലെ കാടിൻ്റെ ആവാസ വ്യവസ്ഥ മൊത്തം മാറും. അത് പക്ഷികളെയും പ്ലാന്റ്സിനെ എല്ലാം എഫക്റ്റ് ചെയ്യും. ആൾട്ടറേഷൻ, ഡീഗ്രഡേഷൻ, റിഡക്ഷൻ ഓഫ് നാച്ചുറൽ ഹാബിറ്റാറ്റ്. അഥവാ ഒരു മരം നമ്മൾ വെട്ടുന്നത് വഴി ഒരുപാട് കിളികളുടെ കൂട് ചിലപ്പോൾ നശിച്ചു പോകുന്നുണ്ടാവും അല്ലേ. അതുവഴി അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റ് അഥവാ അവർ താമസിക്കുന്ന ആ ഒരു കണ്ടീഷനെ നമ്മൾ ഇല്ലാണ്ടാക്കുകയാണ്. അപ്പോൾ അത് നെക്സ്റ്റ് ഇൻട്രൊഡക്ഷൻ. ഒരു പെർട്ടിക്കുലർ സ്പീഷ്യസിനെ ഒരു ഏരിയയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദേ മേ കോമ്പീറ്റ് വിത്ത് നേറ്റീവ് സ്പീഷ്യസ് ആൻഡ് എന്ത് ചെയ്യും, അവരെ കോമ്പീറ്റ് ചെയ്തിട്ട് ഇവരെ ടെർമിനേറ്റ് ചെയ്യിപ്പിക്കും. അത് ഒരു ആന്ത്രപ്പോജനിക് എക്സ്റ്റൻഷൻ്റെ കാരണമാണ്. നെക്സ്റ്റ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഹണ്ടിങ്, പിന്നെ വുഡ് ഇൻഡസ്ട്രിയിലൊക്കെ ഒരുപാട് മരങ്ങളുടെ ആവശ്യങ്ങളുള്ളതുകൊണ്ട് തന്നെ മരം ഒരുപാട് ഡീഫോറസ്റ്റേഷൻ, ഇതൊക്കെ ഓവർ എക്സ്പ്ലോയിറ്റേഷനിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നെക്സ്റ്റ് ചാപ്റ്റർ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. അതോടെ പിന്നെ 2 സെമിനാർ ടോപ്പിക്കുകളും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഫൈറ്റോജിയോഗ്രഫി തീർന്നു. നെക്സ്റ്റ് എവല്യൂഷനാണ് നമുക്ക് നോക്കാം.